വടക്കൻ കേരളത്തിൽ പലയിടങ്ങളിലും ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ആസിയ റഷീദ് പറഞ്ഞു ഇവിടെ നല്ല മഴയാണ് എന്ന് പറയുന്നു. അതുപോലെ പുനിയാത്ത് പറയുന്നു കോഴിക്കോട് നല്ല മഴയാണ്. മഴ പെയ്യാനൊരു കാരണമുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ മോന്ത ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിട്ടുണ്ട്. ചുഴലിക്കാറ്റ് ആന്ധ്രാ തീരത്തേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വടക്കൻ കേരളത്തിൽ ഇതുകൊണ്ട് തന്നെ അതിശക്ത മഴയുണ്ടാകും. നേരത്തെ തന്നെ കാലാവസ്ഥാ പ്രവചനം ഉണ്ടായിരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. ദീപക് തർമ്മണം കാലാവസ്ഥയുടെ കൂടുതൽ കാര്യങ്ങളുമായി നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നു. കോഴിക്കോട് നല്ല മഴയാണോ ദീപക്? ഗുഡ് മോർണിംഗ്. പറയൂ, മഴയിൽ കുതിർന്ന ഒരു സുപ്രഭാതം. വെരി ഗുഡ് മോർണിംഗ്. അതെ SKN, കനത്ത മഴയിൽ കുതിർന്ന പ്രഭാതമാണ് കോഴിക്കോട് നഗരത്തിന്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് സ്റ്റേഡിയം കോർണറിലാണ്. ഇതാ SKN, നമുക്കൊന്ന് ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇതാ വിഷ്ണു ഒന്ന് പാൻ ചെയ്താൽ ഇതാ SKN, ഇതാ സ്റ്റേഡിയം കോർണറിൽ ചിന്താവളപ്പ് റോഡാണിത്. പോലീസ് ക്വാർട്ടേഴ്സൊക്കെ ഉള്ള മേഖല പൂർണ്ണമായും വെള്ളത്തിലാണ് ഈ റോഡ്. ഇതിലൂടെ വാഹനങ്ങൾ പോവുക, ഇരുചക്ര വാഹനങ്ങൾ പോലെ വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ വാഹനങ്ങൾ പലതും ഉന്തി നീക്കുന്നതൊക്കെ ആയിരുന്നു നമ്മൾ കുറച്ച് നേരം ഇവിടെ നിൽക്കുന്ന സമയത്ത് കണ്ട കാഴ്ച. ഇതാ ഇപ്പോൾ ഒരു ലഗേജുമായുള്ള ഒരു വാഹനം, ഒരു ഗുഡ്സ് കാരിയർ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് കാൽനട യാത്ര തികച്ചും അസാധ്യമാകുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇതിൽ ഈ സ്ലാബുകൾ പൊട്ടിയതുണ്ട്. അതുകൊണ്ട് തന്നെ അപകട സാധ്യതകൾ ഏറെയാണ്. നമുക്ക് ഈ ഘട്ടത്തിൽ ഈ യാത്രക്ക് തടസ്സം നേരിട്ട ഒരു യാത്രികനെ നമുക്ക് കാണാം. എവിടുന്ന് വരുന്നത്? ഇവിടുന്ന് മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് വരുന്നത്. ഈ വെള്ളക്കെട്ട് കണ്ടിട്ട് എന്താ തോന്നുന്നു? വെള്ളക്കെട്ടാണ്. ഈ വെള്ളക്കെട്ടിന് നടുക്കാണ് എനിക്ക് ഡെലിവറി കൊടുക്കാനുള്ളത്. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്ന അറിയില്ല. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഡെലിവറി ഉണ്ട്. ബൈ ടു ബൈ ആയിട്ടുള്ള ഡെലിവറികളാണ് ഉണ്ടാവുക. ഇതിലിപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് അറിയില്ല. സമയവും നമുക്ക് വിലപ്പെട്ടൊരു സമയമാണ്. 7 to 8 ഇടയിലായിട്ട് ഒരു 10 ഡെലിവറി ഉണ്ടാവും. താങ്ക് യു. SKN, ഇതാണ് അവസ്ഥ. കോഴിക്കോട് നഗര ഹൃദയത്തിലാണ് ഈ വെള്ളക്കെട്ട് എന്നുള്ളതാണ്. ചേട്ടാ, എന്താ ഇത് കുറേ കൊല്ലമായി നമ്മളൊക്കെ കുട്ടിക്കാലത്തെ കാണുന്നതാണ് ഈ വെള്ളക്കെട്ട്. ഇത് സ്ഥിരം പരിപാടിയാണ്. ഞാൻ എന്ത് നന്നാക്കിയാലും ഇത് ഇവിടെ കര കയറൂല. എത്ര പ്രാവശ്യം ഇവിടെ നന്നാക്കി. ഇത് ഇതിപ്പോൾ പോകാൻ കഴിയില്ല. നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ 2 വീലറായാലും സൈക്കിളായാലും ഉരുട്ടി പോകണം. എൻ്റെ പേര് രാജൻ, മുല്ലപ്പള്ളി രാജൻ. ഒരു സൈക്കിൾ യാത്രക്കാരനാണ്. ഇതിലൂടെ യാത്ര സാധ്യമാകില്ല, തിരിച്ചു പോകേണ്ടി വരും. ഇതാണ് അവസ്ഥ. ഇത് കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർ കാണേണ്ടതാണ്. കോഴിക്കോട് നഗരഹൃദയത്തിലാണ് ഈ കാഴ്ച എന്നുള്ളതാണ് SKN. കാരണം ഇത് ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുന്ന കാലത്ത് പോലും കോഴിക്കോട് നഗരത്തിൽ ജൂൺ മാസത്തിൽ അല്ലെങ്കിൽ മെയ് മാസത്തിൽ മഴ പെയ്താൽ ഇത് നമ്മൾ കാണുന്നതാണ്. ഈ ചിന്താവളപ്പ് മേഖലയിൽ എപ്പോഴും വെള്ളപ്പൊക്കമാണ്. ഇന്നും ഒരു ശാശ്വതമായ പരിഹാരം കാണാനായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോഴും ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു. യാത്ര ദുഷ്കരമാകുന്നു. SKN, മറ്റൊന്ന്, ഇന്ന് മലബാറിൽ മഴ കൂടാനുള്ള സാധ്യതയാണ്. കാരണം ആന്ധ്രാ തീരത്തേക്ക് ഈ ചുഴലി നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ വടക്കേ മലബാറിലെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകും. മറ്റൊന്ന്, മലബാറിൽ ഇന്ന് 10-ാം ഉദയം, തുലാം 10 എന്ന് പറയുന്ന ഒരു ദിവസമാണ്. തുലാം 10-ന് മഴ പെയ്യുക എന്ന് പണ്ടേ പറയുന്നതാണ്. പക്ഷേ അതൊരു മഴ ചാറിപ്പോവലാണ്. പക്ഷേ എന്നാൽ ഇന്ന് ഈ ക്ഷേത്രങ്ങളിൽ തെയ്യങ്ങളുടെ അനുഷ്ഠാനങ്ങൾ തുടങ്ങുന്ന ദിവസം കൂടിയാണ് 10-ാം ഉദയം. ആ ദിവസമാണ് കനത്ത മഴ ഇന്ന് പുലർച്ചെ മുതൽ ഉണ്ടായിരിക്കുന്നത്. SKN, കനത്ത മഴയാണ് ഇന്ന് പുലർച്ചെ മുതൽ. SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മണം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമുണ്ടായി മോന്ത ചുഴലിക്കാറ്റ് രൂപമാറ്റം സംഭവിക്കും. അത് ചുഴലിക്കാറ്റ് ആന്ധ്രാ തീരത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഇത് കരതൊടും. അതോടെ കേരളത്തിലും വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും അതിശക്തമായ മഴയുണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ്. വിനീഷ സുരേഷ് പറയുന്നു മലപ്പുറം, തിരൂരിലൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇന്നായിരുന്നു അവധി കൊടുക്കേണ്ടതെന്ന് പറയുന്ന ആളുകളുമുണ്ട്. എന്തായാലും വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്ന വാർത്ത വരുമ്പോൾ കൂടുതൽ മുൻകരുതലുകൾ വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.